ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ നമുക്ക് മാമ്പഴത്തിൻ്റെ സീസണാണ്. അപ്പോൾ ഇന്ന് നമ്മൾ മാമ്പഴം വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു പുഡിംഗ് റെസിപ്പിയാണ് ഇട്ടിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ കുക്ക് ചെയ്യാവുന്നതാണ്. അതുപോലെ അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. ജെലാറ്റിനോ അതുപോലെ ചൈനാഗ്രാസോ ഒന്നും യൂസ് ചെയ്യാതെ വേഗം തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് മാംഗോ പുഡിംഗ് വീട്ടിൽ പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. നമുക്ക് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ അത് ചെയ്തെടുക്കാൻ സാധിക്കും. ഈ റെസിപ്പിയിലേക്ക് നമുക്ക് പോവാം. ഞാനിവിടെ ഒരു 3 മാമ്പഴത്തോളം എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് മിക്സിയിൽ അടിച്ച് ഞാൻ മാംഗോ പൾപ്പാക്കി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1.5 കപ്പോളം പൾപ്പുണ്ട്. ഇനി ഞാൻ പാല് 1 കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 കപ്പ് കോൺഫ്ലോർ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഇനി പാലും കോൺഫ്ലോറും കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒട്ടും തരിയില്ലാതെ തന്നെ കോൺഫ്ലോർ നമ്മൾ മിക്സ് ചെയ്യാൻ ട്രൈ ചെയ്യണം. ഇനി ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് അടുപ്പിൽ. അതിലേക്ക് ഞാൻ 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ടോട്ടലായിട്ട് ഞാൻ 3 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതിൽ 1 കപ്പിൽ ഞാൻ കോൺഫ്ലോർ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ പാലിലേക്ക് നമുക്ക് 3/4 കപ്പോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. പഞ്ചസാര അതിൽ നന്നായിട്ട് അലിഞ്ഞു വരണം. നമുക്കതുകൊണ്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കോൺഫ്ലോറും പാലും കൂടിയുള്ള മിക്സ് അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഇളക്കിക്കൊണ്ടിരിക്കണം. ഒട്ടും കട്ട പിടിക്കാതെ തന്നെ നമ്മൾ ഇളക്കി കൊടുക്കുക. ഇത് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് കാണാം നന്നായിട്ട് കുറുകി വരുന്നുണ്ട്. ഇത് ഇതുപോലെ നന്നായിട്ട് കുറുകി വരും, തിക്കായിട്ട് വരും. ആ ഒരു രീതിയിൽ വരുന്നിടം വരെ നമ്മളിതൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് തിക്കായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാംഗോ പൾപ്പ് ചേർത്ത് കൊടുക്കുക. ഞാൻ ഏകദേശം ഒരു 1.5 കപ്പോളം മാംഗോ പൾപ്പാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് മാങ്ങ വേണമെങ്കിലും എടുക്കാം. പിന്നെ മാമ്പഴത്തിൻ്റെ മധുരം അനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്നെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഞാൻ വാനില എസൻസ് 1 ടീസ്പൂൺ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ മാംഗോയുടെ എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് ഇതിലും നല്ലതാണ്. മാംഗോയുടെ നല്ലൊരു ഫ്ലേവറും കൂടെ കൂടുതലായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഞാനിവിടെ 6 ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വലിയ ട്രേയിലാണ് പുഡിങ് തയ്യാറാക്കേണ്ടതെങ്കിൽ അങ്ങനെയാണെങ്കിലും എടുത്ത് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് വെച്ചതേ ഉള്ളൂ. ഇതിനി നന്നായിട്ട് സെറ്റ് ആവുന്നിടം വരെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കണം. ചിലപ്പോൾ അത് കുറച്ച് ടൈം കൂടുതൽ വേണ്ടി വരും. അതനുസരിച്ച് നിങ്ങൾ സെറ്റ് ആവുന്നിടം വരെ ഫ്രിഡ്ജിൽ വെക്കുക. ഇപ്പോൾ അതാ നമ്മുടെ പുഡിങ് സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ്. അധികം ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.